കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ പ്രതിയുടെ സിസിടിവി ദൃശ്യം ന്യൂസ് 18. സംഭവം നടന്ന വീടിന് സമീപത്തെ സിസിടിവി ദൃശ്യങ്ങളാണ് ന്യൂസ് 18 കിട്ടിയത്. നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുള്ളതും സിസിടിവി ദൃശ്യങ്ങളുള്ളതും ഒരേ ആൾ തന്നെയാണെന്നാണ് ലഭിക്കുന്ന സൂചന. ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, രാവിലെ തന്നെ പ്രതി പോലീസിന്റെ പിടിയിലായിരുന്നു. സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ബന്ധുവീട്ടിൽ നിന്നാണ് പിടിയിലായത് എന്നാണ് മനസ്സിലായത്. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല നേരത്തെ. ഇപ്പോൾ പോലീസ് ഇയാൾ തന്നെയാണെന്ന് വ്യക്തമാക്കുന്നുണ്ടോ? രഞ്ജിത്ത്, ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും ലഭിച്ചിട്ടില്ല. ഇതിൽ പ്രധാനമായും ശാസ്ത്രീയ പരിശോധനാ ഫലം വരാനുണ്ട്. അതിനായാണ് ഇപ്പോൾ പോലീസ് കാത്തു നിൽക്കുന്നത്. നമുക്ക് ഈ ദൃശ്യം നമ്മളാണ് ആദ്യം പുറത്തുവിടുന്നത്. ഈ ദൃശ്യത്തിൽ 2 മണിക്കും 2:30-ക്കുമകം ഈ കുട്ടിയെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകാൻ വരുന്ന ദൃശ്യമാണിത്. ഈ പ്രതി എത്തുന്ന ദൃശ്യമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഈ കുട്ടി നൽകിയ മൊഴി ഇതിൽ പ്രധാനമാണ്. മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള വെളുത്ത ഒരാൾ എന്ന് കുട്ടി മൊഴി നൽകിയിരുന്നു. ഒപ്പം ഈ സിസിടിവി ദൃശ്യം ഇത് തൊട്ട് സമീപത്ത് തന്നെയുള്ള ഒരു വീട്ടിലെ സിസിടിവി ദൃശ്യമാണ്. ഇതാണിപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. ഇതിനോടൊപ്പം മറ്റൊരു ദൃശ്യം കൂടി ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഏതായാലും ഈ കസ്റ്റഡിയിലുള്ള ഇയാളാണ് പ്രതി എന്ന തരത്തിലുള്ള സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ വന്നിട്ടില്ല. പോലീസ് ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി കാത്തിരിക്കുകയാണ്. അതുകൂടി വന്നാൽ മാത്രമേ ഇതിന്റെ ഒരു പോലീസിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് ലഭിക്കൂ. എന്നാലും DIG ഉൾപ്പെടെയുള്ളവർ ഈ കേസന്വേഷണത്തിൽ മേൽനോട്ടം വഹിക്കുന്നുണ്ട്. പ്രത്യേക സംഘങ്ങൾ ഇപ്പോൾ ഈ പ്രദേശത്തൊക്കെ പരിശോധന നടത്തുന്നുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നുണ്ട്. ഇയാൾ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രതിയെന്ന് സംശയിക്കുന്നയാൾക്ക് നിരവധി കേസുകളിലെ പ്രതിയാണ്. ഇയാൾ നേരത്തെ കൊച്ചിയിലെ ഒരു പീഡന കേസിൽ പ്രതിയാണ്. ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഇത്തരത്തിൽ പീഡിപ്പിച്ച കേസിൽ പ്രതിയാണ്. മാത്രമല്ല പടന്നക്കാട് ഒരു മുളകുപൊടി വിതറി അക്രമം നടത്തിയ കേസിലെയും പ്രതിയാണ്. ഇത്തരത്തിൽ നിരവധി കേസുകൾ ഇയാൾക്കുണ്ട്. ഇയാൾ ഈ രാത്രി കാലങ്ങളിലൊക്കെ ഈ പ്രദേശത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കാറുണ്ടെന്ന് നാട്ടുകാർ പോലീസിന് വിവരം നൽകിയിട്ടുണ്ട്. അതായത് ലഹരി കടിമയായ ഒരു ആളാണ് ഇയാൾ. ഏതായാലും ഇയാളാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണമാണ് ഇനി വരേണ്ടത്. ഏതായാലും ഇപ്പോഴും ഇയാൾ പോലീസ് കസ്റ്റഡിയിൽ തന്നെയുണ്ട്. 3 പേരെയാണ് ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുത്തത്. അതിൽ നമ്മൾ ആദ്യം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ ഒരാളാണ് ഇയാൾ. ഏതായാലും ഇയാൾ ഇപ്പോൾ കസ്റ്റഡിയിൽ തന്നെയുണ്ട്. വളരെ നീചമായ ഒരു പ്രവൃത്തി നടത്തിയ, ഒരു അതിക്രമം നടത്തിയ ഒരു കേസിലെ പ്രതി. ഏതായാലും ആ പ്രതിയെ പിടികൂടാനുള്ള ഊർജിതമായ ശ്രമത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അത്തരത്തിലുള്ള അന്വേഷണവും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏതായാലും നടക്കുന്നുണ്ട്. രഞ്ജിത്ത്, ഇയാൾ നേരത്തെ നിരവധി കേസുകളിൽ പ്രതിയാണ്. ഇത്തരത്തിലുള്ള സമാനമായ കേസുകൾ തന്നെ പ്രതിയാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഇയാൾ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത് അതെങ്ങനെയാണ്? നേരത്തെ ഈ പ്രദേശത്ത് ഇയാൾ ഉണ്ടായിരുന്നു? ഈ നേരത്തെ തന്നെ ഇത്തരം പ്രവൃത്തി ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടി വന്നതാണോ? അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കുന്നുണ്ടോ ബൈജു? ഇതിൽ ഏറ്റവും പ്രധാനം, ഈ സംഭവം നടക്കുന്ന ബുധനാഴ്ച മുതൽ ഇയാളെ കാണാനില്ലായിരുന്നു. അത് തന്നെയാണ് ഏറ്റവും സംശയം വന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇയാൾക്കായുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇയാളെ കാണാതായി. പിന്നീട് ഒരു ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇയാൾ നേരത്തെയും ഈ പ്രദേശങ്ങൾക്കൊക്കെ ഈ പുലർച്ചെയൊക്കെ വീടുകളിൽ വന്ന് കതകിൽ വന്ന് തട്ടുന്ന ഒരു സംഭവങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇയാളിലേക്ക് പോലീസ് അന്വേഷണവും ഇയാളെ കേന്ദ്രീകരിച്ച് നടത്തിയത്. ഇയാൾക്കൊപ്പം സുഹൃത്തുക്കളായുള്ള ലഹരി ഉപയോഗിക്കുന്ന മറ്റ് 2 പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. ഏതായാലും ഇയാൾ തനിച്ചാണ് ഈ സംഭവം നടത്തിയതെന്നാണ് പോലീസ് ഏതായാലും നിഗമനം. പോലീസ് ആ തരത്തിലുള്ള നിഗമനമാണുള്ളത്. ഏതായാലും ഇയാളാണോ ഈ പ്രതി എന്ന കാര്യത്തിൽ പോലീസ് ചോദ്യം ചെയ്യലും തുടങ്ങുന്നുണ്ട്. ഏതായാലും ഇയാൾ ഇതിൽ കുറ്റസമ്മതം ഇതുവരെ നടത്തിയിട്ടില്ല. ഈ സംഭവത്തിന് എന്നാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് അതിൽ നിന്നും ഈ പ്രതിയിലേക്ക് എത്തുക എന്നതാണ് പോലീസ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും നടത്തുന്ന അന്വേഷണം. ഇതിൽ ഏറ്റവും മറ്റൊരു CCTV
CCTV ദൃശ്യം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ CCTV ദൃശ്യം കൂടി ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. അല്പസമയം മുമ്പാണ് ഈ തൊട്ടടുത്ത് ഈ സംഭവം നടന്നതിന് സമീപത്തായുള്ള ഒരു സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചത്. എന്തായാലും ആ CCTV ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. പ്രത്യേക അന്വേഷണ സംഘം DYSP ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. അതുകൂടി വ്യക്തത വന്നാൽ, അതിൽ കൂടി ഒരു വ്യക്തത വന്നാൽ മറ്റ് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. ഏതായാലും കുട്ടിയുടെ മൊഴിയുണ്ട്, ഈ CCTV ഇപ്പോൾ ലഭിച്ച CCTV ദൃശ്യം ഇതൊക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ ഈ പ്രതിയിലേക്ക്, ഇയാൾക്ക് ഈ സംശയമായി ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇയാളാണ് പ്രതി എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഏതായാലും പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകണം. DIG വൈകിട്ടോടുകൂടി ജില്ലയിലെത്തുന്നുണ്ട്. അതിനുശേഷം കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ ലഭിച്ചതിന് ശേഷം വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും നിലവിൽ ഇതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്ത് വന്നിട്ടില്ല. ഏതായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് പോലീസ് സ്റ്റേഷന് സമീപത്തായുള്ള ഗസ്റ്റ് ഹൌസിലാണ്. ഈ ഗസ്റ്റ് ഹൌസിലാണ് പോലീസ് ഉന്നതതല യോഗം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചേർന്നത്. DIG വൈകിട്ടോടുകൂടി ഇവിടെ എത്തും. ഇവിടെ എത്തിയതിനു ശേഷം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി യോഗം ചേരും. അതിനുശേഷം മാത്രമേ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇതിൽ നമുക്ക് ലഭിക്കൂ. രഞ്ജിത്ത്. ശരി, KV ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.